ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ഗോവയിൽ. അപ്പോൾ ഞങ്ങൾ ഇത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല ദോശയും നല്ല പൂരിയും ഒക്കെ കഴിച്ച് എല്ലാവരും റെഡിയായി നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടാണ്, ഞാനും ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ പോകാൻ പോകുന്നത് നല്ലൊരു ഡോൾഫിൻ വ്യൂയിലേക്കാണ്. നമ്മുടെ അഗോഡ ഫോർട്ടിൻ്റെ അടുത്തുള്ള ഡോൾഫിൻ വ്യൂ കാണാനാണ്. അപ്പോൾ അവിടെ നേരെ ചെന്നപ്പോൾ തന്നെ നിറയെ ഷോപ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ കളിമൺ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊന്നും വാങ്ങാൻ നിന്നില്ല. പക്ഷേ എനിക്കൊരു സ്പെക്സ് വാങ്ങണമെന്നായിരുന്നു, പക്ഷേ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം തന്നെ പോകാനുണ്ടായത്. നിറയെ ക്യാപ്പും 150 രൂപ 100 രൂപ അതിന് ക്യാപ്പ്, അതുപോലെ തന്നെ സ്പെക്സ്, ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടുമായിരുന്നു. എനിക്ക് അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത്. 150 രൂപയ്ക്കൊക്കെ എന്താ തൊപ്പി ഭയങ്കര ലാഭം. അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്തു. അപ്പം ഒരു പേഴ്സണ് ഒരു 200 രൂപയായിരുന്നു ഡോൾഫിൻ വ്യൂ കാണാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് നമ്മളെ ഒരു ചെറിയൊരു ബോട്ടിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകും. അപ്പം നേരെ നമ്മൾ ആ ഒരു ബോട്ടിലേക്കാണ് കേട്ടോ പോണത്. ചിലർ പറയുന്നുണ്ട് ചെരുപ്പ് അവിടെ ഊരി വെക്കാനായിട്ട്. ഞങ്ങൾ ചെരുപ്പൊന്നും ഊരി വെച്ചില്ല, കാരണം ഞങ്ങൾ നല്ല സാധാ വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ലാത്ത ചെരുപ്പ് തന്നെയായിരുന്നു. അങ്ങനെ ഇങ്ങനത്തെ ഒരു ചെറിയ ബോട്ടിൽ നമ്മളെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സേഫായിട്ട് അവർ കൊണ്ടുപോകും. അപ്പം നമ്മളെല്ലാവരും എല്ലാം ഇട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ക്യാപ്പ് വേണമെന്ന്, കാരണം അത്രയും വെയിലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പം നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു റൈഡ്. പതുക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ബോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയും പേരുള്ളതുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര പതുക്കെയാണ് ഈ ഒരു ബോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മാത്രമല്ല, നിറയെ ചുറ്റും നിറയെ ബോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു ബോട്ടിൽ റൈഡ് ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. അങ്ങനെ പതുക്കെ ഞങ്ങൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബോട്ടിലെ ഓരോ അപ്പുറത്തുള്ള കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു തുരുത്തിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യണം. അങ്ങനെ അപ്പോൾ നമ്മൾ നേരെ പോകണത് എന്നിട്ട് സെൻറ്ററിൽ പോയിട്ട് ഡോൾഫിൻ്റെ വ്യൂ കാണും. ഡോൾഫിൻ ഇങ്ങനെ ജമ്പ് ചെയ്യും. ഞങ്ങൾക്ക് അത്ര ജമ്പിങ് വ്യൂ ഒന്നും കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അത്യാവശ്യം ഞങ്ങൾ ഡോൾഫിനെ കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു തുരുത്താണ് കേട്ടോ, അത് കാണുന്നതാണ് അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. അഗോഡ ഫോർട്ടിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ പോണ വഴിയിലതേ ഞങ്ങളൊരു പാലസ് കണ്ടായിരുന്നു. ഇവിടെ കുറേ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഹെലികോപ്റ്ററിൻ്റെ വ്യൂ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. ഹെലികോപ്റ്റർ, പാലസ്, ബോട്ട്, അതുപോലെ തന്നെ കടൽ, ഇതെല്ലാം കൂടിയുള്ളൊരു മേജായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയപ്പോൾ കണ്ടത് അവിടുത്തെ പണ്ടത്തെ ജയിലായിരുന്നു, ഗോവയുടെ ജയിലായിരുന്നു. അപ്പോൾ അത് കണ്ട് ഞങ്ങളിത് നേരെ ഡോൾഫിൻ വ്യൂവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡോൾഫിൻ വ്യൂ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ചില പോയിന്റിൽ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും. അതുപോലെ ഒരു 3-4-5 ബോട്ടുകൾ ഇങ്ങനെ വട്ടം നിൽക്കണോണ്ട് ഡോൾഫിൻ എവിടെ പോകണോ അത് നമ്മൾ ആ ബോട്ടുകാരൻ നമുക്ക് മറഞ്ഞിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷേ ഈ ഞങ്ങൾ നിൽക്കുന്ന ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരുന്നു. എന്നാലും ഞങ്ങൾക്ക് 1-2 സ്ഥലത്ത് അടുത്ത് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ആർക്കും നിരാശരാവേണ്ടി വരില്ല, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വട്ടെങ്കിലും നമുക്ക് ഡോൾഫിൻ ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും ജമ്പ് ചെയ്യണത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ എല്ലാ ബോട്ടുകളും ആ ഡോൾഫിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ വലയും ചെയ്യും. ഒരു 7-8 ബോട്ടുകൾ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അപ്പം അത് കാണാൻ നല്ല രസമായിരുന്നു. ഓരോരുത്തർ ഡോൾഫിനെ കാണാൻ വേണ്ടി ഇങ്ങനെ ചീറി പാഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അപ്പം ഞങ്ങളുടെ ബോട്ട് ചേട്ടനോട് പറയുന്നു, വേഗം പോട്ടെ ചേട്ടാ. അങ്ങനെ ഒരു വട്ടം ഞങ്ങൾ വേഗം പോയപ്പോൾ ഞങ്ങൾക്കൊരു വ്യൂ കിട്ടിയതാണ്. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും ഡോൾഫിനെ. പക്ഷേ ഈ ക്യാമറയുടെ വ്യൂവിൽ നമ്മുടെ എക്സൈറ്റ്മെൻറ്റും കാരണം വീഡിയോ ഒക്കെ ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഡോൾഫിൻ്റെ ആ ഒരു ജമ്പൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങളിത് ആ ഡോൾഫിനെ ആ ഭാഗത്ത് കണ്ടു. അപ്പോൾ സ്പീഡിലെല്ലാവരും പോവാണ് ആ ഡോൾഫിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് അകലേന്ന് കാണാം, അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബോട്ടിൻ്റെ സ്പീഡും നമ്മുടെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാരണം വീഡിയോ കുറച്ച് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നന്നായിട്ടില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾ കണ്ടായിരുന്നു ഡോൾഫിൻ്റെ ജമ്പ്. ഒരു 3 ഡോൾഫിൻ, ഒരു കറുത്ത ഡോൾഫിൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലൈറ്റ് കളർ, റോസോ ഏതോ ഒരു കളറിലും കൂടി ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ ഭയങ്കരമായിട്ട് അടുത്ത് കണ്ട ഒരു ഡോൾഫിനായിരുന്നു. പക്ഷേ എൻ്റെ ക്യാമറ ഇതായിപ്പോയി, ഔട്ട് ഓഫ് ഫോക്കസ് ആയി എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ശരിക്കും കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ പോയത് അഗോഡ ഫോർട്ടിലാണ്. അഗോഡ ഫോർട്ട് അതുക്ക് മുന്നേ നമ്മളിത് മല്ലയുടെ വീടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇത്തിരി ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടന്മാർക്ക് ടിക്കറ്റൊക്കെ കിട്ടി, അവർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് കിട്ടി ഞങ്ങൾ നേരെ പോവാണ് അഗോഡ ഫോർട്ട് കാണാനായിട്ട്. അപ്പോൾ അഗോഡ ഫോർട്ടിലും നല്ല ക്രൗഡായിരുന്നു. അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലും കൂടി ആയിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ തൊപ്പിയൊക്കെ വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ തൊപ്പിയൊക്കെ വെച്ചായിരുന്നു പിന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അപ്പർ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ എത്രയാങ്ങാണ്ട് ടൺ
വെള്ളം അവിടെ സംഭരിക്കുന്ന പറയണത്. ഇതെന്താണ് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ അവർ ഉപയോഗിക്കണ ഒരു ഏരിയ ആണത്. ഇതാണ് അപ്പർ അഗോഡ ഫോർട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ജയിലും കൂടി ഉണ്ടായിരുന്നു, ആളുകളെ താമസിപ്പിക്കുന്ന ജയിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ജയിലിൻ്റെ അവിടെയൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അപ്പർ അഗോഡ ഫോർട്ടിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട് മാപ്പൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും സ്ഥലങ്ങളിലേക്ക് ആ റെഡ് ഇട്ട ഭാഗത്ത് നമ്മൾ നിൽക്കുന്നു, ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇത്രയും ഏരിയ, ഇതാണ് ഏരിയ എന്ന് പറയുന്നത്. ഫുൾ കല്ലുകൊണ്ട് ഉണ്ടാക്കിയേക്കണ ഒരു ഫോർട്ടാണ്. അപ്പം നേരെ തന്നെ കയറി ചെല്ലാൻ ഭയങ്കര ഒരു സ്റ്റെപ്പ് ഉണ്ട്, കുറേ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമ്മൾ മുകളിലേക്ക് എത്തണമെങ്കിൽ. മുകളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു നമുക്ക് കയറിയിട്ട് അവിടെ നിൽക്കാനായിട്ട്. കാരണം വേറെ അവിടെ തടസ്സങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഫുള്ള് ഭയങ്കര ചൂടായിരുന്നു, നമുക്ക് കവറിങ് ആയിട്ടൊന്നുമില്ല, നമ്മൾ അത്രയും ചൂട് കൊണ്ട് നിൽക്കണം. ഈ ഗോവയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അത്. പക്ഷേ അതൊക്കെ നമ്മൾക്ക് ആ ഒരു എൻജോയ്മെൻറ്റിൽ അങ്ങനെ പോകും. അപ്പോൾ ഞങ്ങൾ കണ്ട ഡോൾഫിൻ പോയിന്റിൽ അതിൻ്റെ വേറൊരു സൈഡാണ് ഈ ഒരു, അതിൻ്റെ മോൾ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്താണ് ഞങ്ങൾ ഡോൾഫിനെ കാണാനൊക്കെ പോയത്, ആ തുരുത്ത് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോഴും അവിടെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച ഭയങ്കര മനോഹരമായിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ നിന്നുള്ള വ്യൂ. പക്ഷേ എന്ന് പറയുന്നത് എല്ലായിടത്തേക്കും പോകാനായിട്ട് വലിയൊരു ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു റീൽ വേഴ്സസ് റിയാലിറ്റി ഇട്ടാലോ എന്ന്. കാരണം എല്ലായിടത്തും നല്ല ക്രൗഡായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം ഡിസംബർ മാസമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ക്രൗഡായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവരെല്ലാവരും സ്ലോലി പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളപ്പോൾ സ്പീഡിൽ ഇങ്ങനെ കയറിപ്പോയി. ഞങ്ങളുടെ പാരൻസ് മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ വേഗം അവരുടെ അടുത്തെത്തി. പിന്നെ ഈ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് ആളുകൾ ഇറങ്ങി ഭയങ്കര മിനുസായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മിനുസം നമ്മൾ പെട്ടെന്ന് സ്ലിപ്പറി ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിടിച്ചൊക്കെ ഇറങ്ങി അങ്ങനെ നേരെ പോകുമ്പോൾ ഈ ഒരു നമ്മൾ ഇത് കണ്ട വ്യൂ, ഇപ്പോൾ നമ്മുടെ ഡോൾഫിനെ കണ്ട വ്യൂ എത്തി. പിന്നെ ഇതെന്ന് പറയുന്നത് അവിടുത്തെ ലൈറ്റ് ഹൗസ് ആണ്, അതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെയും കുറച്ച് നേരം നിന്ന് എൻജോയ് ചെയ്ത് നേരെ നമ്മൾ ലോവർ അഗോഡ ഫോർട്ടിക്കാണ് കേട്ടോ പോയത്. അവിടെ ഇപ്പോൾ നമ്മൾ ആനന്ദം ആ സിനിമയൊക്കെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുറേ അധികം ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്തേക്കണത്. അപ്പം അവിടെ നിന്നുള്ള വ്യൂവും നല്ലതായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറേ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. ഇതേ ഇവിടെ നിന്ന് ഒരു വലിയൊരു ആർച്ച് പോലെ നമുക്ക് കാണാൻ പറ്റില്ല, അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കണ്ട് നമ്മൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനായിരുന്നു. അപ്പോൾ ലഞ്ചിന് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ലോലിപോപ്പ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി, അങ്ങനത്തെ. പിന്നെ ഫിഷ് താളി, അമ്മയ്ക്ക് ഫിഷ് താളി വേണമെന്ന് പറഞ്ഞാൽ അമ്മ ഫിഷ് താളി ഓർഡർ ചെയ്തു. അപ്പോൾ ഇതെല്ലാം കഴിച്ച് നമ്മൾ അടിപൊളിയായിട്ട് പിന്നെ നേരെ നമ്മൾ പോയത് ഒരു ഗോവയിൽ ഒരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയം ഓഫ് ഗോവ എന്ന് പറയുന്നത്. ഒരു പേഴ്സൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. ആൾ തന്നെ ഗോവയിലെ പല പല സാധനങ്ങൾ എടുത്തിട്ട് ഗോവയുടെ ഒരു ചരിത്രം പറയണ പോലെ ഒരു മ്യൂസിയം ഉണ്ടാക്കി വെച്ചേക്കാണ്. അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടാണ് ആളുടെ. ഇവിടുത്തെ ഓരോരോ സാധനങ്ങളും നല്ല രസമായിട്ടായിരുന്നു ആൾ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കണ്ട കമ്പി വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കി വെച്ചിരുന്നത്. പിന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഫ്ലോർ മാത്രം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തരാൻ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളൊരു ഡോക്യുമെൻ്ററി, ഈ ഒരു മ്യൂസിയം ഉണ്ടാക്കിയ ആളുടെ ഡോക്യുമെൻ്ററി നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആൾ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചേക്കണേന്നൊക്കെ ഉള്ളത്. അങ്ങനെ അതും കൂടെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മേലെ പോകുമ്പോൾ ആളുടെ ആർട്ട് വർക്ക് ഫുള്ളായിട്ട് അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറേ ഗോവയെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ എന്താണ് മീൻ പിടിക്കണ വഞ്ചിയുടെ പല പല പാർട്സുകൾ എടുത്തിട്ട് ആളുണ്ടാക്കിയ ഒരു ആർട്ട് വർക്കായിരുന്നു. അതുപോലെ ഇതെന്ന് പറയുന്നത് ഒരു തോണിയുടെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് ഒരു ആർട്ട് വർക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ആൾ ഒരു സാധനങ്ങളും കളയണില്ല, നമ്മൾ യൂസ് ചെയ്യണ കാര്യങ്ങൾ എടുത്തിട്ട് പുതിയൊരു സംഭവം നമുക്ക് വേണ്ടി കാണിക്കുകയാണ് ആൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗോവയുടെ ചരിത്രം കാണിക്കണതും കൂടി ഇതിലൂടെ ആൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ ഗോവയുടെ രാജാക്കന്മാർ, പോർച്ചുഗീസുകാർ വന്നത്, അവിടുത്തെ യുദ്ധങ്ങൾ, ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ റിലീജിയൻ കുറേ ആളുകൾ ഇവിടെ വന്ന് ഇവിടുത്തെ സാധനങ്ങൾ ദൈവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ എല്ലാവരും അതെടുത്തൊരു ബോട്ടിലാക്കി, ആ ഒരു തീമാണ് ആൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ അൽഫോൺസോ ഡി അബൂബക്കിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ വർക്കുകൾ ഭയങ്കര രസമായിട്ടുണ്ട്, ഭയങ്കര ക്രിയേറ്റീവായിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആളുടെ പെയിൻറ്റിങ്സ് ആണ്, അതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു മ്യൂസിയത്തിൽ. ആ പെയിൻറ്റിങ്സും നല്ല രസമാണ്. അവിടുത്തെ പണ്ട് കാലത്ത് അവരുടെ ജോബ് എങ്ങനെയായിരുന്നു, അവരുടെ റിലീജിയൻ, അവരുടെ കൾച്ചർ, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവരുടെ ഹോബീസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിലൂടെ കാണാൻ പറ്റുമായിരുന്നു. ഈ ഒരു ലോങ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, അവരുടെ ജോബ്, അവരുടെ വീടുകൾ, അങ്ങനത്തെ എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എനിക്ക് ഇതൊരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ട് ഈ ഒരു പിക്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ കുറേ പോട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കളർഫുൾ പോട്ടുകൾ. ഇതൊക്കെ ഗോൾഡാണ് തോന്നുന്നു, ഇവിടുത്തെ രാജാക്കന്മാരെ ഗോൾഡിനെയാണ് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാം നിങ്ങൾക്ക് പറങ്കിമാവ് അല്ലെങ്കിൽ കശുനണ്ടി, അതിൻ്റെയൊക്കെ ഭയങ്കരമുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കശുനണ്ടിൻ്റെ കാഷ്യൂനട്ടിൻ്റെ പല പല സ്റ്റേജസ് അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷെല്ല് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ അധികം വർക്കുകൾ, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള വർക്കുകൾ. ഇതവിടുത്തെ ടെമ്പിളാണ് കേട്ടോ. ടെമ്പിൾ അവിടെ കുറേ ദൈവങ്ങൾ ഈ ഒരു ചുറ്റും കറങ്ങണയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ
നേരെ പോയത് കലങ്കൂട്ട് ബീച്ചിലാണ്. ഇവിടെ നമ്മൾ ഫുൾ ഷോപ്പിങ്ങും ചെയ്തത്. നമ്മൾ അധികമൊന്നും ഷോപ്പ് ചെയ്തില്ല, കുറച്ച് കാര്യങ്ങൾ ഷോപ്പ് ചെയ്തു. അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ചു പോരാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ നേരെ ഷാക്കിലൊക്കെ കയറി ഡിന്നറൊക്കെ കഴിച്ച് ഡ്രിങ്ക്സൊക്കെ അടിച്ച് നമ്മൾ നേരെ അന്നത്തെ ഡേ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ നിറയെ എൻജോയും ചെയ്തൊരു ഡേ ആയിരുന്നു. കുറേ നേരം ഷാക്കിലിരുന്ന് വർത്താനം പറഞ്ഞ് ആ ഒരു വൈബിൽ നമ്മളിങ്ങനെ ഇരുന്നു. കുറേ നേരം സംസാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ കുറേ ഭക്ഷണം കഴിച്ചു, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, കുറേ ഫോട്ടോസ് വീഡിയോസ് അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 10:30 മണിയായപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഞങ്ങളുടെ റൂമിൽ നിന്നൊരു 10-20 മിനിറ്റ് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കലിംഗൂട്ട് ബീച്ചിലേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോയത് നടന്നിട്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കണ്ട ഒരു ടിബറ്റൻ മാർക്കറ്റാണ്. അപ്പോൾ പതുക്കെയാണ് ഞങ്ങളിങ്ങനെ നടന്ന് എല്ലാം എൻജോയ് ചെയ്ത് ആസ്വദിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കണ്ട ഒരു മാർക്കറ്റായിരുന്നു ഇത്. നല്ല അടിപൊളിയായിട്ടുള്ള ജ്വല്ലറീസ്, നല്ല നല്ല പാത്രങ്ങൾ മീൻസ് നല്ല നല്ല സ്റ്റാറ്റ്യൂസ്, പ്രതിമകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ നമ്മൾ കയ്യിലൊക്കെ ഇടുന്ന പോലത്തെ കീ ചെയിൻ, പിന്നെന്താ, അതുപോലെ തന്നെ ലോക്കറ്റ്സ്, കീ ചെയിൻസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആയിരുന്നു. റേറ്റ് നമ്മൾ അങ്ങനെ ചോദിച്ചില്ല. ഇതിനൊക്കെ എന്തോ 200-300 അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് അവിടെ നിന്നൊരു പേളിൻ്റെ മാല മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ എനിക്ക് പേളിൻ്റെ മാല കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഒരു പേളിൻ്റെ മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബാഗ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് വാങ്ങാൻ പറ്റിയില്ല. ലാസ്റ്റ് വാങ്ങാമെന്ന് വെച്ചാൽ നീട്ടി അവസാനം അത് വാങ്ങാനായിട്ട് വിട്ടുപോയി. പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കയ്യിലിടുന്ന ബാൻഡുകൾ എല്ലാം പേളായിരുന്നു കേട്ടോ, റിയൽ പേളായിട്ട് തോന്നും. പിന്നെ ഇതേ കണ്ട വെങ്കലത്തിൻ്റെയൊക്കെ ഐറ്റംസ് നല്ല രസമാണ്. ആമത്താഴ്, അതുപോലെ തന്നെ എലഫൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറേ ഓർണമെൻറ്റ്സ് ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്താണ്. എങ്ങനെയുണ്ട് ടിബറ്റൻ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പം ടിബറ്റൻ മാർക്കറ്റ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്ന് ഒരു അരമണിക്കൂറിൽ നമ്മൾ വീടെത്തി. പക്ഷേ കുറേ ടൈം ഇവിടെ നിൽക്കണമെന്ന് തോന്നിയിട്ടാണ്. പക്ഷേ ഞങ്ങളൊരു 11 മണി ആ സമയമാണ് അവിടെ ഉണ്ടായിരുന്നത്. 11 മണിയോ 12 ആ സമയമാവാറേ. അപ്പോഴേക്കും ഇവർ ക്ലോസ് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങൾ അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള വിളയൊക്കെ കുറേ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് വാങ്ങണം എന്നൊക്കെ നന്നായിട്ട് തോന്നും, പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്തു. പിന്നെ നമുക്ക് നമ്മുടെ മോതിരങ്ങളൊക്കെ അവർ ഡിസൈൻ ചെയ്തു തരും. നല്ല നല്ല പ്രഷ്യസ് സ്റ്റോണുകളൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ നല്ലൊരു DJ പാർട്ടിയൊക്കെ നടത്തിയിട്ട് നമ്മളവിടുന്ന് തിരിച്ചു പോകാനാണ് ഉണ്ടായത്.